നമസ്കാരം. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്നും കഞ്ചാവ് പിടികൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ച് കൂടുതൽ ആളുകളെ കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. 8ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ കോളേജിൽ കഞ്ചാവ് എത്തിച്ചു നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. അന്വേഷണം നീളുന്നത് കഞ്ചാവ് എത്തിച്ചു നൽകിയ സീനിയർ വിദ്യാർത്ഥികളിലേക്കാണ്. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ ലഹരി എത്തിച്ചു നൽകിയ 3ാം വർഷ വിദ്യാർത്ഥിക്കായും തെരച്ചിൽ ഊർജിതമാണ്. കൊല്ലം സ്വദേശിയായ വിദ്യാർത്ഥിയാണ് പണമിടപാട് നടത്തിയതെന്നും അറസ്റ്റിലായ 3 പേരും മൊഴി നൽകിയിട്ടുണ്ട്. ലഹരി എത്തിച്ചു നൽകിയ ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഉടൻ പിടികൂടും. റിമാൻഡിലുള്ള വിദ്യാർത്ഥി ആകാശിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ആകാശിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ക്യാമ്പസ് ഹോസ്റ്റലിൽ ലഹരി ഉപയോഗിക്കുന്ന കൂടുതൽ പേരുടെ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതിനിടെ കൊച്ചിയിൽ ലഹരിവേട്ട തുടരുകയാണ് പോലീസ്. ഇന്നലെ രാത്രി വൈകി കുസാറ്റ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലും PGകളിലും പോലീസ് മിന്നൽ പരിശോധന നടത്തി. ഹോസ്റ്റലുകളിൽ നിന്നും ചെറിയ അളവിൽ കഞ്ചാവ് കണ്ടെത്തിയെന്നും ACP പറഞ്ഞു. ഒരു വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചവരെയും പിടികൂടി. അതേസമയം കോഴിക്കോട് കാരന്തൂർ ലഹരിക്കേസിൽ അറസ്റ്റിലായ ടാൻസാനിയൻ സ്വദേശികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ച മലയാളികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയാണ്. അക്കൗണ്ട് ഉടമകളെ കണ്ടെത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ലഹരി ഇടപാടിനു വേണ്ടിയാണ് പണം അയച്ചെന്ന നിഗമനത്തിലാണ് പോലീസ് നടപടി. റിമാൻഡിലായ ടാൻസാനിയൻ സ്വദേശികൾക്കായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ കേരളത്തിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന പ്രധാന കണ്ണികളെക്കുറിച്ച് വിവരം കിട്ടുമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ലഹരിക്കെതിരെയുള്ള പോലീസും എക്സൈസും സംയുക്ത ഓപ്പറേഷനുകൾക്കും ഒരുങ്ങുകയാണ്. വലിയ അളവ് ലഹരിയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ഈ സംഘമായിട്ടായിരിക്കും ഇനി ഓപ്പറേഷൻ. ഇരു സേനകളുടെയും ഇന്റലിജൻസ് വിഭാഗങ്ങൾ പങ്കുവയ്ക്കുന്ന ശേഖരിക്കുന്ന വിവരങ്ങൾ, ഡേറ്റ്, റെക്കോർഡ്, മൊബൈൽ ടവർ ലൊക്കേഷൻ എന്നിവ എക്സൈസ് ആവശ്യപ്പെടുമ്പോൾ താമസമില്ലാതെ കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട്. ADGP മനോജ് എബ്രഹാമിന്റെയും എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവിന്റെയും നേതൃത്വത്തിൽ ചേർന്ന യോഗമാണ് പുതിയ നീക്കം തീരുമാനിച്ചത്. ആദ്യപടിയായി എക്സൈസ് തയ്യാറാക്കിയ സ്ഥിരം പ്രതികളുടെ പട്ടിക പോലീസിനും കൈമാറും. സ്ഥിരം ലഹരി കടത്തുന്നവരെ കർശന നിരീക്ഷണത്തിൽ വയ്ക്കാൻ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസും എക്സൈസും പിടികൂടുന്ന കേസുകളുടെ വിവരങ്ങളും പരസ്പരം പങ്കുവയ്ക്കും. ഇതോടെ 2 വകുപ്പുകളിലെയും കേസുകൾ സംയോജിപ്പിച്ച് കാപ്പ നിയമവും പിച്ച് NGPS നിയമവും ചുമത്താനാകും. കേസുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് സ്ഥിരം കുറ്റവാളികൾ കരുതൽ തടങ്കൽ നടപടിയിൽ നിന്നും ഒഴിവാകുന്നതും ഇതുവഴി തടയാനാകും.